കണ്ണൂരിൽ വൈദ്യുതി വകുപ്പ് ജീവനക്കാരനെ ഇടിച്ചിട്ട് കാർ നിർത്താതെ പോയി. പരിക്ക് പറ്റിയ അബോധാവസ്ഥയിലായി റോഡരികിൽ വീണ രമേശിനെ ആശുപത്രിയിൽ എത്തിക്കാതെ കാർ നിർത്താതെ പോവുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ CK വിജയൻ നൽകും. CK, പരിക്കേറ്റ രമേശിന്റെ സ്ഥിതി ഇപ്പോഴെന്താണ്? ഇതെന്നുണ്ടായ സംഭവമാണ്? പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചന പോലീസിന് ലഭിച്ചോ? യഥാർത്ഥത്തിൽ ഇത് 17-ാം തീയതി രാവിലെ 6:15 കൂടിയാണ് ഉണ്ടായത്. മാഹി മെയിൻ റോഡിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിൽ ഈ പരിക്കേറ്റ CH രമേശൻ രാവിലെ നടന്ന് ക്വാർട്ടേഴ്സിൽ നിന്ന് ജോലിക്കായി വൈദ്യുതി ഓഫീസിലേക്ക് പോകുമ്പോഴാണ് സംഭവം. പിറകിൽ നിന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പിറകിൽ നിന്ന് കാർ വരികയും ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു. പ്രത്യക്ഷത്തിൽ അതൊരു ബോധപൂർവമായ ഇടി പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്താണ് കാര്യം എന്ന് പൂർണ്ണമായും വ്യക്തമല്ല. പോലീസ് ഇക്കാര്യത്തെ കുറിച്ച് അന്വേഷിച്ചു വരുന്നുണ്ട്. കാർ തൊട്ടപ്പുറത്തായി നിർത്തുകയും എന്നാൽ ഏതെങ്കിലും രീതിയിൽ ഇയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുക പോലും ചെയ്യാതെ രണ്ടാമത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോകുന്നതാണ് പിന്നീട് കണ്ടത്. നാട്ടുകാർ ഉടൻ തന്നെ രമേശനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നിന്നും അത്യാവശ്യം ഇപ്പോൾ കാര്യങ്ങൾ നല്ല രീതിയിലേക്ക് തൃപ്തികരമായ നിലയിലേക്ക് ആരോഗ്യനില മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് പോലീസ് വളരെ വിശദമായി അന്വേഷിച്ചു വരികയാണ്. പരിസരങ്ങളിലുള്ള CCTVകളും മറ്റും കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ പ്രതികളെ കുറിച്ചുള്ള വിവരം ലഭിക്കും എന്നാണ് സൂചന. ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായ ദേഷ്യമുള്ളതായോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ശരി, കാർ വേഗത്തിൽ വന്ന മനുഷ്യനെ ഇടിച്ചിട്ട് ഒന്ന് രക്ഷിക്കാനുള്ള ശ്രമം പോലും നടത്താതെ അവിടെ നിന്ന് പോവുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? മറ്റ് വ്യക്തിവൈരാഗ്യമോ എന്തെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യങ്ങളിലടക്കം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. CK വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.